ഒരുപാട് സൗകര്യങ്ങൾ വർദ്ധിച്ച ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും സൗകര്യങ്ങൾ. സാമ്പത്തികമായി അള്ളാഹുവിൻ്റെ വലിയ നിഅമത്ത് കൊണ്ട് നമുക്ക് വലിയ പുരോഗതികളുണ്ടായി. വൈജ്ഞാനികമായി വലിയ പുരോഗതികളുണ്ടായി. പഴയ കാലത്തേക്കാൾ കൂടുതൽ ഇൽമ പഠിക്കാനുള്ള അവസരങ്ങൾ എല്ലാവർക്കും വർദ്ധിച്ച ഒരു കാലത്താണ് വിശേഷിച്ചും നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ചില കാര്യങ്ങളിൽ നമുക്ക് ചെറിയ അപജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നത് നഗ്നമായ സത്യമാണ്. പലർക്കും സമാധാനമില്ലാതെയായി. വലിയ നേട്ടങ്ങളുണ്ട്, മാനസികമായി സമാധാനമില്ല. ആത്മീയമായ ഉന്നതിയിൽ നമുക്ക് കുറവുകൾ സംഭവിക്കുന്നു. കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകുന്നു. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ സൃഷ്ടികൾ സൃഷ്ടാവിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരൊറ്റ ഹദീസ് മാത്രം നിങ്ങൾക്ക് മുമ്പിൽ സംസാരിച്ച് ഞാൻ അവസാനിപ്പിക്കും. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ ഇസ്തിഅദാദ് ലിയൗമിൽ മീആദ് എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നത് കാണാം. അൻ സയ്യിദിന അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. സലാസുൻ മുൻജിയാത്തുൻ വസലാസുൻ മുഹ്ലികാത്തുൻ വസലാസുൻ ദറജാത്തുൻ വസലാസുൻ കഫാറാത്ത്. വളരെ പ്രധാനപ്പെട്ട, വളരെ പ്രാധാന്യമുള്ള ചില നിർദ്ദേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് കൈമാറുന്നു. 3 കാര്യങ്ങൾ മുൻജിയാത്താണ്. മുൻജിയാത്ത് എന്ന് പറഞ്ഞാൽ മാനവരാശിക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന 3 കാര്യങ്ങൾ. ഒരാളുടെ നാശത്തിന് നിദാനമാകുന്ന വേറെ 3 കാര്യങ്ങൾ. അള്ളാഹുവിന്റെ അടുക്കൽ ദറജ വർദ്ധിക്കാൻ വേണ്ടി ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങൾ. ദോഷം പൊറുപ്പിക്കുന്ന 3 കാര്യങ്ങൾ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകുന്ന വലിയ ഒരു നസീഹത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ആദ്യമായി അവിടുന്ന് പറഞ്ഞു സലാസുൽ മുൻജിയാത്ത്, 3 രക്ഷപ്പെടുന്ന കാര്യങ്ങൾ. ഒന്നാമതായി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഖശിയത്തുല്ലാഹി ഫിസ്സിർരി വൽ അലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക. ഈ ഉപദേശം എല്ലാവർക്കും സ്വീകരിക്കാൻ കഴിയുന്ന ഉപദേശമാണ്, സ്വീകരിക്കേണ്ടതാണ്. രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ ഭയപ്പെടുക. മഹാനായ സയ്യിദന ഉമർ ബിനുൽ ഖത്താബ്, ഉമറുള്ളാന്റെ ആൾക്കാരല്ലേ, സയ്യിദന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അല്ലയോ നബിയെ, ഞാൻ എന്തിനാണ് ദുആ ചെയ്യേണ്ടത്? പല ഘട്ടങ്ങളിലും അങ്ങനത്തെ ചോദ്യമുണ്ടായിട്ടുണ്ട്. ഒരു സമയത്ത് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹ അൽ ആഫിയ, അല്ലാഹുവിനോട് ആഫിയത്ത് ചോദിക്കണം. ആഫിയത്തില്ല ഞാൻ എന്ത് കഴിയോ? ഇവിടെ വന്നിരിക്കാൻ കഴിയോ? സംസാരിക്കാൻ കഴിയോ? ഇബാദത്തിന് കഴിയോ? ജോലിക്ക് പോകാൻ കഴിയോ? ഒന്നും കഴിയില്ല. അപ്പൊ അല്ലാഹുവിനോട് ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആഫിയത്ത് തരണം. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ അഫ്വ വൽ ആഫിയ, അല്ലാഹുവിനോട് എപ്പോഴും ചോദിക്കണം. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ചോദിച്ചു, നബിയെ, ഞാൻ എന്താണ് ദുആ ചെയ്യേണ്ടത്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു, അല്ലയോ ഉമർ, നിങ്ങൾ ദുആ ചെയ്യേണ്ടത് നിങ്ങളുടെ രഹസ്യം പരസ്യത്തേക്കാൾ നന്നാവണം. പരസ്യ ജീവിതത്തേക്കാൾ രഹസ്യ ജീവിതം നന്നാക്കി തരണേ എന്ന് അല്ലാഹുവിനോട് ചോദിക്കണം. രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ ഭയപ്പെടുന്നവരാകണം. ഓ മുഅ്മിനീങ്ങളെ, ഞാൻ എൻ്റെ ഭാര്യയുടെ മുമ്പിൽ നല്ലൊരു ഭർത്താവാണ്,
എന്റെ മക്കളെ മുമ്പിൽ നല്ലൊരു ബാപ്പയാണ്, എന്റെ മുത്തഅല്ലിമീങ്ങളെ മുമ്പിൽ നല്ലൊരു ഉസ്താദാണ്, നാട്ടുകാർക്കിടയിൽ നല്ല സ്വീകാര്യനാണ്. പക്ഷേ അല്ലാഹുവിന്റെ മുമ്പിൽ ഞാനാരാ? ഞാനും എന്റെ റബ്ബും മാത്രമുള്ളൊരു സ്പേസിൽ ഞാൻ ആരാണ്? അതാണ് ചോദ്യം. അള്ളാഹുവും ഞാനും മാത്രമുള്ളൊരു സ്പേസ്. അവിടെ വേറെ ആരുമില്ല, ഭാര്യയില്ല, ഭർത്താവില്ല, മാതാപിതാക്കളില്ല, മക്കളില്ല, ഉസ്താദില്ല, ശിഷ്യനില്ല, നാട്ടുകാരില്ല, ആരുമില്ല. അവിടെ എന്റെ സ്ഥാനം എന്താണ്? ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ വിജയിക്കാൻ പറ്റിയവനാണോ അല്ലയോ? ഈ ചിന്ത നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവണം. രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ ഭയപ്പെടണം. വിശുദ്ധ ഖുർആൻ ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ് ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. നമ്മളെപ്പോഴും ഓതുന്ന സൂറത്തുൽ മുൽക്കിലായത്താണ്. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ, അള്ളാഹുവിന്റെ ഭയപ്പെടുന്ന ആളുകൾ. നമ്മൾ അള്ളാഹിനെ കാണുന്നുണ്ടോ? അള്ളാഹുവിനെ കാണുന്നുണ്ടോ? നമ്മളാരും പഠിച്ചവനെ ഇതുവരെ കണ്ടിട്ടില്ല. അള്ളാഹു കാണാനുള്ള തൗഫീഖ് സ്വർഗത്തിൽ വെച്ച് നമുക്ക് നൽകുമാറാവട്ടെ. എന്നാൽ അള്ളാഹു തആല നമ്മളെ കാണുന്നുണ്ട്. അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു വഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടതുപോലെ ഇബാദത്ത് ചെയ്യണം. നീ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അല്ലാഹു തആല ഇങ്ങോട്ട് കാണുന്നുണ്ട്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു അവിടുത്തെ ബിദായയിൽ പഠിപ്പിക്കുന്നത് കാണാം. അള്ളാഹു ചെയ്തു തന്നതല്ലാത്ത എന്ത് നിഅമത്താണ് നമുക്കുള്ളത്? അള്ളാഹു ചെയ്തു തന്നതല്ലാത്ത എന്തെങ്കിലും നിഅമത്തുണ്ടോ? ഒരു നിഅമത്തും നമുക്കില്ല. എല്ലാം മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നാണ്. അള്ളാഹു നിനക്ക് തന്ന അവയവങ്ങൾ, കണ്ണും മൂക്കും കാതും കയ്യും കാലും മറ്റു എല്ലാ അവയവങ്ങളും എല്ലാം അല്ലാഹുവിന്റെ നിഅമത്താണ്. ആ നിഅമത്ത് ഉപയോഗപ്പെടുത്തി നിഅമത്ത് ചെയ്തു തന്ന റബ്ബിനെ എതിര് ചെയ്യുക എന്നത് അങ്ങേയറ്റത്തെ അക്രമമല്ലേ? സാലിമാമ് ചോദിക്കാണ്, എന്റെ കണ്ണ് റബ്ബ് തന്നതാണ്, ആ കണ്ണ് ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഹറാമ് ചെയ്യുന്നത്, അത് അക്രമമല്ലേ മോനെ? റബ്ബ് പൊരുത്തപ്പെടാത്ത കാര്യമല്ലേ? റബ്ബ് ഇഷ്ടപ്പെടാത്ത കാര്യമല്ലേ? എങ്ങനെയാണ് നീതീകരിക്കുക? എത്ര തവണയാണ് നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ ഇസ്തിഗ്ഫാർ പറയേണ്ടത്? അസ്തഗ്ഫിറുല്ലാഹ് എന്ന് എത്രയാണ് പറയേണ്ടത്? ദിക്റിന്റെ മഹത്വത്തെ കുറിച്ച് ഉസ്താദ് പറഞ്ഞല്ലോ നമ്മളോട്. എത്ര തവണ പറയണം? നമ്മൾ ചെയ്ത തെറ്റിന്റെ കണക്ക് നോക്കി പറയുകയാണെങ്കിൽ ഒരു ദിവസം നമുക്ക് ഇസ്തിഗ്ഫാർ ചെല്ലാനല്ലാതെ വേറെ എന്തിനെങ്കിലും സമയം ഉണ്ടാവും? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മുടെ ജീവിതം എങ്ങനെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലാഹു കാണുന്നുണ്ട് എന്ന ബോധം വേണം. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അല്ലാഹു നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ആ നിരീക്ഷണം ഉണ്ട്. അല്ലാഹുവിന്റെ നിരീക്ഷണം അവസാനിക്കുന്ന ഒരു സമയമില്ല. നോക്ക്, നിങ്ങൾ ബൈക്കിൽ ഇങ്ങനെ പോവാണ്, ബൈക്കിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് മുന്നിൽ ചെക്കിംഗ് ഉണ്ട് എന്നറിഞ്ഞാൽ നമ്മുടെ ഹെൽമറ്റ് എടുത്ത് യാന്ത്രികമായി തലയിൽ വെക്കും. 3 ആളുകളെ വെച്ച് പോകുന്ന ആളാണെങ്കിൽ ഒരാളെ വല്ല റോഡ് സൈഡിൽ ഇറക്കും. എന്തേ? മുന്നിലൊരു ചെക്കിംഗ് ഉണ്ടെന്നുള്ള പേടിയാണ്. ഒരു CCTV വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ മാന്യന്മാരാവും. അറിയാതെ മാന്യത നമ്മുടെ ഉള്ളിൽ ഉണ്ടായി വരും. റോഡിൽ ക്യാമറ ഉള്ള സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ ഫോണിൽ സംസാരിക്കില്ല. അനാവശ്യമായ ഡ്രൈവിംഗ് ഉണ്ടാവില്ല. ആരെയാണ് നമ്മൾ ഭയപ്പെടുന്നത്?
കേവലം ഭൗതികമായ ചില സാങ്കേതിക വിദ്യകളെ ഇത്രമാത്രം നമ്മൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന റബ്ബക ലബിൽ മിർസ്വാദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും എന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ഞാൻ ഒറ്റക്കാകുമ്പോഴും എന്റെ റൂമിലാകുമ്പോഴും കൂട്ടുകാർക്കിടയിലും ഭാര്യയോടൊപ്പവും മക്കൾക്കിടയിലും ഏത് നിമിഷവും ഇന്ന റബ്ബക ലബിൽ മിർസ്വാദ്, അല്ലാഹു നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധം വേണം.